തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് തുടരുന്നു. ഇന്ന് രാവിലെ ബസ്സുകൾ ഓടിയിരുന്നുവെങ്കിലും 7:45 സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു. ജീവനക്കാരുടെയോ സംഘടനകളുടെയോ ഉടമകളുടെയോ നിർദ്ദേശമില്ലാതെയാണ് പണിമുടക്ക്. വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് തുടങ്ങിയത്. രാവിലെ ഷൈം സൂചിപ്പിച്ച പോലെ തന്നെ 7:45 വരെ സാധാരണ നിലയിൽ ബസ് സർവീസ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരം ഞങ്ങൾ സർവീസ് നിർത്തിവെക്കുകയാണെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചത്. അതിനെ തുടർന്ന് പല ബസ്സുകളും സർവീസ് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു. 1-2 ബസ്സുകൾ ഓടിയതൊഴിച്ചാൽ മറ്റ് സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഈ റൂട്ടിൽ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുവഴി ടൗൺ ടു ടൗൺ സർവീസ് KSRTC നടത്തുന്നുണ്ട്. എന്നാൽ അത് 1-2 സ്റ്റോപ്പുകൾ മാത്രമാണ് തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിലുള്ളത്. അത് സാധാരണക്കാരായ യാത്രക്കാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കി. വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഈ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടുകൂടി അവർക്ക് സ്കൂളിൽ കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി. തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിൽ കുപ്പം ഭാഗത്ത് ശക്തമായ മണ്ണിടിച്ചതിനെ തുടർന്ന് അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി 7 വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത്. ഏതാണ്ട് ഒരാഴ്ചയോളമായി ഇത്തരത്തിൽ 7 വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് തങ്ങളുടെ സമയക്രമത്തെ ബാധിക്കുന്നു. അമിത വേഗതയിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ യാത്രക്കാരും അതുപോലെ തന്നെ ജീവനക്കാരും തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ഞങ്ങളുടെ മനോവീര്യം തകർക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ബസ് ജീവനക്കാർ പറയുന്നത്. പലതവണ അധികാരികളോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും യാതൊരുവിധ അനുകൂല നടപടികളും അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. എത്രയും പെട്ടെന്ന് കുപ്പം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണം. ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി തങ്ങൾ രംഗത്ത് വരുമെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിലെ യാതൊരുവിധ സംഘടനയോ അതുപോലെ മുതലാളിമാരോ അറിയാതെയാണ് ബസ് ജീവനക്കാർ ഇത്തരത്തിൽ ഒരു മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തുന്നത് നിയമവിരുദ്ധമാണ്, പോലീസ് കേസെടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തളിപ്പറമ്പിൽ ഇത്തരത്തിലൊരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ കാട്ടാമ്പള്ളി റൂട്ടിൽ ഇത്തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തിയ ബസ് ജീവനക്കാരിൽ നിന്നും കേരള പോലീസ് പിഴ ഒടുക്കിയിരുന്നു. എന്നാൽ തളിപ്പറമ്പിൽ ഇത്തരത്തിൽ ഇത്രയും സമയമായിട്ടും അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഏറെ ദുരിതത്തിലാണ് മിന്നൽ കാരണം വിദ്യാർത്ഥികളും യാത്രക്കാരും. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും ശ്രീനിവാസായിരുന്നു.